Welcome back to another episode of Tales of Enu. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. സോ മാരേജിന് പോകാൻ റെഡിയാവാൻ വേണ്ടി പോവാണ്. റെഡിയാവുന്ന കുറച്ച് തട്ടിക്കൂട്ടൽ പരിപാടികളൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സാരി കേട്ടോ. ഇത് അമ്മയുടെ സാരിയാണ് കൊടുത്തേക്കുന്നത്, ശരിയായെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും അമ്മമാരുടെ ഹെൽപ്പ് ചെയ്താണ് സാരി എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടായിരിക്കുമല്ലോ. സോ ഇത്തവണയും അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായി. ശേഷം എൻ്റെ മേക്കപ്പ് പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണെന്ന്. അവൾ വേറെ ഫ്രണ്ടല്ല കേട്ടോ, 10th മുതലേ ഉള്ള ഫ്രണ്ടാണ്. 10th ക്ലാസ് തൊട്ട് ഇന്ന് വരെയും നമ്മൾ കുറച്ച് പേര് കൂട്ടൊന്നും വിട്ടില്ല കേട്ടോ. നമ്മൾ എത്രയും പേര് ഒത്തുകൂടുന്ന ഫംഗ്ഷൻ എവിടെ വന്നിരുന്നാലും നമ്മൾ അതിന് പോയിരിക്കും. കാരണം അതൊരു പ്രത്യേക ഒരു മെമ്മറീസ് ആണല്ലോ. നമ്മളിൽ A4 എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ഈ A4 എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ആദ്യത്തെ അക്ഷരം വന്നിട്ട് A ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഭിരാമി, ആദിത്യ, അപർണ, അനുപമ, ഇത്രയും പേരുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ A4 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. നമ്മുടെ മേക്കപ്പ് എപ്പോഴും കാര്യമായി തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ A4 എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ നിന്നും അഭിയുടെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത്. അതായത് ഒരു 6 വർഷമായിക്കണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. ഒരു കുട്ടിയുണ്ട്. കൂട്ടത്തിലെ രണ്ടാമത് കല്യാണം കഴിയുന്ന ആളാണ് ആദിത്യ, അതായത് ഇന്നത്തെ കല്യാണ കുട്ടി. ഇന്നത്തെ മാരേജ് എന്ന് പറയുന്നത് തമിഴ് ആചാരപ്രകാരം നടത്തുന്നതാണ് കേട്ടോ. കുറേ ചടങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറേ സമയം നമുക്കുണ്ടായിരുന്നു റെഡിയാവാനായിട്ട്. സോ ഞാൻ നേരെ ഒരുങ്ങി കെട്ടി പോകുന്നത് അഭിരാമിയുടെ വീട്ടിലാണ് കേട്ടോ. അവളുടെ കൂടെയാണ് ഞാൻ പോകുന്നത് കല്യാണത്തിനായിട്ട്. കാരണം എനിക്ക് വഴിയൊന്നും അറിയില്ല. ഇവിടെ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ഒരു കണ്ണ് വരച്ചപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് വേറെ ആരുമല്ല, നമ്മുടെ കൂടെയുള്ള കുട്ടി തന്നെയാണ്. അവൻ്റെ പേരാണ് ആദർശ്. അവൻ്റെ മാരേജിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. സോ നമ്മൾ ഗിഫ്റ്റ് അവനാണ് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നേരെ വന്ന് ഗിഫ്റ്റ് തന്നിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇരിക്കുന്നത്. അവൻ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഒരു കണ്ണ് വരച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോയത് അവൻ്റെ അടുത്തേക്ക്. ശേഷം ഗിഫ്റ്റ് വാങ്ങി അകത്തേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ മറ്റേ കണ്ണ് വരച്ചത്. എനിക്കാണെങ്കിൽ ചെറുതായി ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം മുഹൂർത്തം ഏകദേശം നമ്മൾ പോയ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചടങ്ങ് വന്നിട്ട് കുറേ സമയമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയാൽ മതി എന്നുള്ളൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ലേറ്റ് ആവേണ്ടിയിരിക്കും? ഇതല്ലേ ഒരുക്കം. ഇടയ്ക്ക് എനിക്ക് 1-2 കോൾ വരുന്നുണ്ടായിരുന്നു. അതായത് കല്യാണ മണ്ഡപത്തിൽ നമ്മുടെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവരെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയെന്നറിയാനായിട്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞു വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്ന്. അങ്ങനെ എൻ്റെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിയാറായി. അപ്പോഴേക്കും ഞാൻ പിന്നെ നമ്മുടെ അഭിരാമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാരി ഉടുക്കുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അവൾ സാരി ഉടുക്കുന്നല്ലേ ഉള്ളൂ, ഞാനവിടെ ഒരുങ്ങി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസമായി. മഴയൊക്കെ ആയത് കാരണം പിന്നെ സ്കൂട്ടി എടുക്കാൻ നിന്നില്ല. ഒരു ഊബറിലേക്ക് പോകാൻ ആയിരുന്നു ആദ്യമേ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇയർ റിങ്സ് വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കായ പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു. ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് വാങ്ങിയ ഒരു റിങ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ആയപ്പോഴത്തേക്കും എനിക്ക് ഇട്ടേക്കുന്ന പൊട്ട് എനിക്ക് അങ്ങോട്ട് സ്യൂട്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയവും കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ മറ്റേ കുഞ്ഞു പൊട്ടുണ്ടല്ലോ, ഐടെക്സിൻ്റെ കുഞ്ഞു പൊട്ടാണ് എപ്പോഴും വയ്ക്കാറുള്ളത്. അപ്പോൾ വേറൊരു പൊട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഫേസിന് എന്തോ ഒരു ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വച്ചിരുന്നത്. പക്ഷേ അറ്റ് ലാസ്റ്റ് ഞാൻ മാറ്റിയതിനെ. പിന്നെ എൻ്റെ മുടിയുടെ കാര്യം, അത് പറയുകയും വേണ്ട. ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ് എൻ്റെ മുടി. അതുകൊണ്ട് തന്നെ കെട്ടിയതൊക്കെ അത്ര ശരിയായിട്ടും ഉണ്ടായിരുന്നില്ല. കുറേ സമയത്തെ മൽപ്പിടുത്തത്തിനിടയിലാണ് ലാസ്റ്റ് ഒന്ന് റെഡിയായി കിട്ടിയത്. കുഴപ്പമില്ലെന്നായപ്പോഴത്തേക്കും അല്പം ഒന്ന് സമാധാനമായി. കുഴപ്പമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് കളർ നമ്മുടെ റെയിൻ ഡ്രോപ്പ് സ്കൂപ്പ് വെള്ളം ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മുടി എനിക്ക് അഴിയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. എന്നെ കണ്ട് എനിക്ക് എന്നെ ക്രഷ് തോന്നിപ്പോയി കേട്ടോ. ഇനി നിന്ന് സമയം കളയണ്ട, നമുക്കിനി ഇറങ്ങാം. അങ്ങനെ നമ്മൾ മണ്ഡപത്തിലേക്ക് എത്തി കേട്ടോ. നമ്മൾ മണ്ഡപത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോഴത്തേക്കും അവിടെ സീറ്റ് ഫില്ലായി. അങ്ങനെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടേക്ക് വന്നു. ഇതാണ് അബിയുടെ മോള് കേട്ടോ. പറയാൻ വിട്ടുപോയി, ഇതാണ് അബിയുടെ ചേട്ടനും അബിയും മോളും. പിന്നെ ഈ ബ്ലാക്ക് ഷർട്ട് വന്നിട്ട് പ്രകാശാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് കളറിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. പ്രകാശ് ഞാനും മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്ക് പോയിരുന്നാലും ഒരേപോലത്തെ ഡ്രസ് കോഡായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ പറയാതെ ഇട്ടിട്ട് പോകുന്ന, പക്ഷെ നമ്മളിവിടെ ചെല്ലുമ്പോൾ സെയിം കളറായിരിക്കും. അങ്ങനെ നമ്മുടെ ഊണിലേക്ക് കിടക്കാം.
കറികൾ ഓരോന്നേ വരുന്നതേ ഉള്ളൂ. സോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചോറും കറികളൊക്കെ ആയിട്ട് നമ്മളൊരു പിടി പിടിച്ചു. നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ പായസം കൊണ്ടുവന്നു. അടപ്പായസം ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പായസം ഉണ്ടായിരുന്നു, പിന്നെ ട്രിവാൻഡ്രംകാരുടെ അഹങ്കാരമായ ബോളിയും പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ സദ്യ കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ശേഷം നമ്മൾ വീണ്ടും മണ്ഡപത്തിലേക്ക് ചെന്നു. കാരണം ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ ഫോട്ടോ എടുക്കണം, അതൊക്കെയാണല്ലോ മെയിനായിട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരാളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ഇതാണ് അമൽ. അവൻ ഡയറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നില്ല അവൻ. എന്താണെന്നറിയില്ല, അവനിന്ന് പൊതുവെ നാണമായിരുന്നു. ഫേസ് ഒന്നും തരാതെയൊക്കെ നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കൂടെ തന്നെ അവൻ തുമ്മുകയും ചെയ്തു കേട്ടോ. അതും കൂടെ നമുക്ക് ആ വീഡിയോ ചേട്ടന്മാരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടേതായ കുറേ സെൽഫീസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പം നേരത്തെ പറഞ്ഞ A4 എന്ന് പറഞ്ഞതിൽ ഒരാൾ വന്നിട്ട് ഈ ബ്ലൂ സാരിയാണ് കേട്ടോ. അവളുടെ പേരാണ് അപർണ. അപർണയും ആദിത്യക്ക റിലേറ്റീവ്സ് ആണ് കേട്ടോ. അവർ ഫാമിലി ഫ്രണ്ട്സ് ആണ്. പിന്നെ നേരത്തെ കണ്ട പ്രകാശ്. ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ സെക്കൻഡ് ടൈമാണ് സ്റ്റേജിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ A4 ആദിത്യയും കല്യാണം കഴിഞ്ഞു. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ. പകുതി വരെ അബിയുടെ ചേട്ടൻ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശേഷം ഞാൻ ഊബറിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ വലുതായിട്ട് ടയേർഡൊന്നും ആയില്ല, പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്രഹസനമൊക്കെ ആവാമെന്ന് വിചാരിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ രണ്ടും കൽപ്പിച്ച് മേക്കപ്പ് ഒക്കെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഓരോന്നായിട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് ഒന്ന് കെട്ടി വെച്ചപ്പോഴത്തേക്കാണ് സമാധാനമായത്. പിന്നെ വെറ്റ് വൈബ്സ് ഒക്കെ എടുത്തിട്ട് ഒരച്ചങ്ങ് മേക്കപ്പ് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. സൈഡിൽ നിന്നിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു, ഭിത്തിക്ക് നോവും, തേച്ചരച്ച് കഴുകടാ. അമ്മ അങ്ങനെ ഒരു തഗ്ഗൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിലേക്ക് എത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് ഓരോരുത്തരുടെ ഫോണിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ടെൻഷനിലായിരുന്നു. എപ്പോഴും ഫോട്ടോ കിട്ടും, എനിക്ക് എന്നാലും സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.